നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ലേബർ പാർട്ടിയിലെ ഇടതുപക്ഷ എംപിമാർ എഡ് മിലിബാൻഡിനെ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരും. നിലവിലെ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് സ്റ്റേറ്റ് പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്നത് തടയിടാനാണ് ഇടതുപക്ഷ എംപിമാരുടെ ലക്ഷ്യം. നേതൃത്വ മാറ്റത്തിനായി മന്ത്രിസഭയിലെ പ്രമുഖരാരെങ്കിലും മുന്നോട്ട് വന്നില്ലെങ്കിൽ താൻ തന്നെ നേതൃത്വ മാറ്റത്തിനായി ഒപ്പുകൾ ശേഖരിക്കാൻ തുടങ്ങുമെന്ന് കാതറിൻ വെസ്റ്റ്. എംപിമാർക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വരെ. സ്കോട്ട്ലൻഡിന്റെ ആദ്യ മന്ത്രിയായി ചുമതലയേൽക്കാനിരിക്കുന്ന ജോൺ സിന്നി സഖ്യ താൽപര്യം പ്രകടിപ്പിച്ച രംഗത്ത്. വെയിൽസിലെയും വടക്കൻ അയർലൻഡിലെയും ദേശീയവാദി നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനം. യുകെ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ ശബ്ദമാകാനാണ് പുതിയ നീക്കം. യുകെയിൽ പുതിയ വാടക നിയമപ്രകാരമുള്ള രേഖ ഹാജരാക്കിയില്ലെങ്കിൽ വീട്ടുടമകൾക്ക് 7,000 പൗണ്ട് പിഴ നൽകേണ്ടി വരും. പുതിയ തീരുമാനം വാടകക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദീകരിക്കുന്ന ഔദ്യോഗിക ഇൻഫർമേഷൻ ഷീറ്റ് വാടകക്കാർക്ക് വീട്ടുടമസ്ഥൻ നൽകണം. യുകെയിലെ വീട് വില വർധനവ് പകുതിയായി കുറഞ്ഞു. യുകെയിലെ വീടുകളുടെ വില ഇടിഞ്ഞതോടെ വീട് വില വർധനവിന്റെ വാർഷിക നിരക്ക് ഹാലിഫാക്സിന്റെ കണക്കുകൂട്ടൽ പകുതിയായി കുറഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലും ഒരു ഇടക്കാല വെടിനിർത്തൽ കരാറിനായുള്ള നിർദ്ദേശങ്ങൾ ഇറാനിൽ നിന്നും അനുകൂലമായ മറുപടി പ്രതീക്ഷിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇറാന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് വാഷിംഗ്ടൺ. ഇറാനിൽ നിന്നും ഉടൻ ഒരു കത്ത് ലഭിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക അശ്രദ്ധമായ സൈനിക സാഹസിക നടത്തുകയാണ് എന്നും വെടിനിർത്തൽ ലംഘിച്ചത് US ആണെന്നും ഇറാൻ. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ പടർന്നു പിടിച്ച മാരകമായ ഹാൻഡ വൈറസ് ബാധയോടുള്ള അമേരിക്കന്റെ ആരോഗ്യ ഏജൻസിയായ CDCയുടെ പ്രതികരണം അതീവ ദുർബലമെന്ന് വിദഗ്ധർ. ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ ദുർബലമാകുന്നതിന് കാരണം ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരെ പിരിച്ചുവിട്ടത്. ട്രംപ് ഭരണകൂടം അമേരിക്കയെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവലിച്ചു എങ്കിലും നിലവിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നത് ലോകാരോഗ്യ സംഘടന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സൂപ്പർ സ്റ്റാർ ജോസഫ് വിജയ് ചന്ദ്രശേഖർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത് ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ച വേദിയിൽ. വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് സാക്ഷിയാകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ വിജയ് മന്ത്രിസഭയിൽ കോൺഗ്രസ് ഭാഗമാകും. രാജ്യ തലസ്ഥാനത്തെ BJP ഓഫീസിന് ഭീകരാക്രമണ ഭീഷണി ഉയർന്നത് BJP ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ ഡൽഹി ഘടകത്തിന്റെ ഓഫീസിനു നേരെ. ഡൽഹി പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. സെൻട്രൽ ഡൽഹി മേഖലയിലെ പരിശോധനകൾ വ്യാപകമാക്കി. ഭീകരാക്രമണ ശ്രമങ്ങൾ തടയുന്നതിനായി സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ഉദ്യോഗം നിറഞ്ഞ 3 മണിക്കൂർ ചർച്ചകൾക്കൊടുവിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കാതെ ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഘടകകക്ഷി നേതാക്കളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ച ശേഷം മാത്രം. തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടായേക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തോട് മൗനം പാലിച്ച് പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. ലേബർ പാർട്ടിയിലെ ഇടതുപക്ഷ എംപിമാർ എഡ് മിലിബാൻഡിനെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട്. നിലവിലെ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് സ്റ്റേറ്റിന്റെ പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്നത് തടയാനാണ് ഇടതുപക്ഷ എംപിമാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ഊർജ്ജ സെക്രട്ടറിയായ മിലിബാൻഡ് മത്സരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നയ്ക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് കണ്ടാണ് ഇടതുപക്ഷം മിലിബാൻഡിലേക്ക് തിരിഞ്ഞത്. പലരും ആന്റി ബെൻഹാമിന് പിന്തുണ നൽകുന്നുണ്ട് എങ്കിലും അദ്ദേഹം നിലവിൽ പാർലമെന്റ് അംഗമല്ലാത്തതിനാൽ ഉടൻ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് പ്രായോഗികമല്ല. തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് കെയർ സ്റ്റാമർക്കുമേൽ രാജിവെക്കാനുള്ള സമ്മർദ്ദം ഏറുകയാണ്. തിങ്കളാഴ്ചയോടെ ഈ കാര്യത്തിൽ നിർണായകമായ തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. ലേബർ പാർട്ടി നേരിട്ട കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ നേതൃത്വ മാറ്റത്തിനായി മന്ത്രിസഭയിലെ പ്രമുഖരാരെങ്കിലും മുന്നോട്ട് വന്നില്ലെങ്കിൽ താൻ തന്നെ നേതൃത്വ മത്സരത്തിനായി ആവശ്യമായ ഒപ്പുകൾ ശേഖരിക്കാൻ തുടങ്ങുമെന്ന് കാതറിൻ വെസ്റ്റ്. തിങ്കളാഴ്ച രാവിലെ വരെയാണ് ഇതിനായി സമയം നൽകിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ ഉടൻ നടപടി വേണമെന്നാണ് അവരുടെ നിലപാട്. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ മറ്റൊരു റോളിലേക്ക് മാറണമെന്നും അവർ നിർദ്ദേശിക്കുന്നു. ലണ്ടൻ കൗൺസിലിനായി ലാംബത്ത്, ഹാഗ്നെ, വാൾത്താം ഫോറസ്റ്റ് എന്നിവയുടെ നിയന്ത്രണം ലേബർ പാർട്ടിക്ക് നഷ്ടമായി. ഗ്രീൻ പാർട്ടിയാണ് ഇവിടെ മുന്നേറ്റം നടത്തിയത്. ബ്രാൻഫോർഡ്, ബാസ്ലി തുടങ്ങിയ ലേബർ കോട്ടകളിൽ റിഫോം UK വലിയ വിജയം നേടിയിരുന്നു. വെൽഷ് ലേബർ പാർട്ടിക്കും സെനറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു. ഇതിനെ തുടർന്ന് എലുഡ്നെറ്റ് മോർഗൻ രാജിവെക്കുകയും കെൻ സ്റ്റേക്സിനെ ഇടക്കാല നേതാവായി നിയമിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സ്റ്റാമർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ എംപിമാർ രംഗത്തെത്തുന്നുണ്ട്. ചുരുക്കത്തിൽ മെയ് 9 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ലേബർ പാർട്ടിയിൽ വലിയൊരു ആഭ്യന്തര കലഹത്തിന് വഴി തുറന്നിരിക്കുകയാണ്. സ്കോട്ട്ലൻഡിലെ ആദ്യ മന്ത്രിയായി ചുമതലയേൽക്കാനിരിക്കുന്ന ജോൺ സിന്നി വെയിൽസിലെയും വടക്കൻ അയർലൻഡിലെയും ദേശീയവാദി നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായി റിപ്പോർട്ട്.
ജീവിത ചെലവ് വർധനവ്, UK ഗവൺമെന്റിന്റെ ചെലവ് ചുരുക്കൽ നയങ്ങൾ എന്നിവയ്ക്കെതിരെ വെയിൽസിലെയും വടക്കൻ അയർലൻഡിലെയും നേതാക്കളുമായി ചേർന്ന് ഒരു ശക്തമായ പ്രതിരോധം തീർക്കാനാണ് ലക്ഷ്യമിടുന്നത്. വടക്കൻ അയർലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ മിഷേൽ ഒനീൽ, വെയിൽസിലെ അടുത്ത ഫസ്റ്റ് മിനിസ്റ്റർ ആകുമെന്ന് കരുതപ്പെടുന്ന റോൺ ആപ്പ് ഇയോർത്ത് എന്നിവരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി കഴിഞ്ഞു. UK ഗവൺമെന്റിന്റെ തീരുമാനങ്ങളിൽ സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ ശബ്ദം ഉറക്കെയും വ്യക്തമായും കേൾപ്പിക്കുക എന്നതാണ് ഈ സഖ്യത്തിന്റെ പ്രധാന ഉദ്ദേശം. UK നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ യൂറോപ്യൻ യൂണിയനും വീണ്ടും ചേരേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ മൂന്ന് നേതാക്കളും സമാനമായ അഭിപ്രായമാണുള്ളത്. അതായത് ബ്രെക്സിറ്റിന് ശേഷമുള്ള വ്യാപാര നിയമങ്ങളും UK ഗവൺമെന്റിന്റെ ഇടപെടലുകളും തങ്ങളുടെ അധികാരങ്ങളെ മറികടക്കുന്നു എന്ന പരാതിയും ഇവർക്കുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മൂന്ന് ദേശീയവാദി സർക്കാരുകളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് UK രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. കഴിഞ്ഞയാഴ്ച പ്രാബല്യത്തിൽ വന്ന പുതിയ റെന്റ് റൈറ്റേഴ്സ് ആക്ട് പ്രകാരമുള്ള രേഖ ഹാജരാക്കിയില്ലെങ്കിൽ വീട്ടുടമകൾക്ക് 7000 പൗണ്ട് പിഴ ചുമത്തും. പുതിയ നിയമം വാടകക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദീകരിക്കുന്ന ഔദ്യോഗിക ഇൻഫർമേഷൻ ഷീറ്റ് വാടകക്കാർക്ക് നൽകേണ്ടതും നിയമം മൂലം വീട്ടുടമസ്ഥന്റെ ഉത്തരവാദിത്തമാക്കി. ഈ മാസം അവസാനത്തോടെ വീട്ടുടമകൾ അവരുടെ വീടുകളിൽ താമസിക്കുന്ന വാടകക്കാർക്ക് രേഖകൾ PDF ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. ഫിക്സ്ഡ് ടേം ടെനൻസി എടുത്തുകളയുകയും റോളിംഗ് പീരീഡ്സ് ടെനൻസിക്ക് പകരമായി കൊണ്ടുവരികയും ചെയ്ത പുതിയ നിയമം വാടകക്കാർക്ക് ഏറെ സംരക്ഷണം നൽകുന്നുണ്ട്. വാടകക്കാർ ഇനി മുതൽ ദീർഘകാല കരാറുകൾക്ക് നിർബന്ധിതരാകില്ല എന്നതാണ് അതിലൊന്ന്. അതുപോലെ തന്നെ വാടകക്കാരെ ഒഴിപ്പിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങൾ ഇനി മുതൽ വീട്ടുടമസ്ഥർ നൽകേണ്ടതായി വരും. മാത്രമല്ല സെക്ഷൻ 21 പ്രകാരമുള്ള കാരണമില്ലാതെയുള്ള ഒഴിപ്പിക്കൽ നിരോധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 മാസത്തെ മുൻകൂർ നോട്ടീസ് നൽകി വാടക കരാർ അവസാനിപ്പിക്കുന്നതിനുള്ള അവകാശം വാടകക്കാർക്ക് പുതിയ നിയമം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വീടിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചും അന്യായമായ വാടക വർധനവിനെ കുറിച്ചും പ്രതികാര നടപടികൾ ഉണ്ടാവുകയില്ല എന്ന ഉറപ്പോടെ പരാതിപ്പെടാനുള്ള അവകാശവും വാടകക്കാർക്ക് ലഭിക്കും. ഈ വിവരങ്ങളെല്ലാം നൽകിക്കൊള്ളുന്ന ഷീറ്റ് ആയിരിക്കണം ഉടമ വാടകക്കാർക്ക് നൽകേണ്ടത്. മെയ് 31 മുമ്പ് അങ്ങനെ ചെയ്യാത്ത പക്ഷം 7000 പൗണ്ട് വരെ പിഴയൊടുക്കേണ്ടതായി വരും. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ UKയിലെ വീടുവില വർധനവ് പകുതിയായി കുറഞ്ഞു. ഇക്കഴിഞ്ഞ ഏപ്രിൽ തുടർച്ചയായ 2ാം മാസവും UKയിൽ വീടുകളുടെ വില ഇടിഞ്ഞതോടെ വീട് വില വർധനവിന്റെ വാർഷിക നിരക്ക് ഹാലിഫാക്സിന്റെ കണക്കുകൂട്ടൽ പകുതിയായി കുറഞ്ഞു. ബ്രിട്ടനിലെ ഏറ്റവും വലിയ മോർഗേജ് വായ്പാ ദാതാക്കളായ ലോർഡ്സിന്റെ ഭാഗമായ ഹാലിഫാക്സ് പറയുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ UKയിലെ വീട് വിലയിൽ 0.1% കുറവുണ്ടായി എന്നാണ്. മാർച്ചിൽ 0.5% ഇടിവ് ദൃശ്യമായതിന്റെ തുടർച്ചയായാണ് ഇത്. നിലവിൽ UKയിൽ ശരാശരി വീട് വില 2,99,313 പൗണ്ടാണെന്നും അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നേരത്തെ വീട് വിലയിൽ 0.8% വാർഷിക വർധനവാണ് ഹാലിഫാക്സ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അവർ പ്രവചിക്കുന്നത് 0.4% വർധനവാണ്. ഈ വർഷം ആദ്യം നല്ലൊരു തുടക്കമായിരുന്നുവെന്ന് UK ഗൃഹവിപണി എങ്കിലും അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളുടെ ഫലമായി അത് മന്ദഗതിയിലാവുകയായിരുന്നു എന്ന് ഹാലിഫാക്സിലെ മോർഗേജ് വിഭാഗം മേധാവി അമൻ ബ്രൈഡൻ പറയുന്നു. ഊർജ്ജവില ഉയർന്ന സാഹചര്യത്തിൽ പണപ്പെരുപ്പം ഉണ്ടാകാം എന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ്. ഇത് പലിശ നിരക്ക് പുനർനിർണയം ചെയ്യുന്നതിൽ കലാശിച്ചിരിക്കുന്നു. ഈ മാറ്റം ഇതിനോടകം തന്നെ വായ്പാ ചെലവ് ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു ശരാശരി 2 വർഷ ഫിക്സഡ് മോർഗേജ് നിരക്ക് 5.77% മാർച്ച് ആദ്യം ഇത് 4.83%. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഒരു ഇടക്കാല വെടിനിർത്തൽ കരാറിനായുള്ള നിർദ്ദേശങ്ങൾ ഇറാനിൽ നിന്നും അനുകൂല മറുപടി പ്രതീക്ഷിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ഇറാന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് വാഷിംഗ്ടൺ. ഇത് ഗൗരവമേറിയ ചർച്ചകളിലേക്ക് വഴി തുറക്കുമെന്നും റൂബിയോ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അതേസമയം ഇറാനിൽ നിന്നും ഉടൻ ഒരു കത്ത് ലഭിക്കുമെന്ന് താൻ കരുതുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക അശ്രദ്ധമായ സൈനിക സാഹസികത നടത്തുകയാണെന്നും വെടിനിർത്തൽ ലംഘിച്ചത് US ആണ് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി ആരോപിച്ചു. നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും തങ്ങളുടെ മിസൈൽ ശേഖരം പുനഃസ്ഥാപിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇറാൻ അവകാശപ്പെട്ടു. തന്ത്രപ്രധാനമായ ഈ ജലപാതയിൽ സമീപ ദിവസങ്ങളിൽ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെയും ആഗോളതലത്തിലെയും സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും ട്രംപ് ബുധനാഴ്ച ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താൻ ബീജിംഗിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഈ ചർച്ചകൾ വിജയിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ നിലവിലെ യുദ്ധ സമാനമായ സാഹചര്യം ലഘൂകരിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ പടർന്നു പിടിച്ച മാരകമായ ഹാൻഡ വൈറസ് ബാധയോടുള്ള അമേരിക്കൻ ആരോഗ്യ ഏജൻസിയായ CDCയുടെ പ്രതികരണം അതീവ ദുർബലമാണെന്ന് വിദഗ്ധർ. രോഗം റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് CDC സജീവമായത്.
സ്പെയിനിലെ കാനറി ദ്വീപുകളിലേക്ക് ഒരു സംഘത്തെ അയച്ചിട്ടുണ്ട് എങ്കിലും മുൻകാലങ്ങളിലെ സജീവമായ ഇടപെടലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവും വൈകിയതും ആണെന്ന് വിദഗ്ധർ പറയുന്നു. CDC ഇപ്പോൾ ശൂന്യവും സത്തയില്ലാത്തതുമായ ഒരു സ്ഥാപനമായി മാറിയെന്നും ബ്രൗൺ യൂണിവേഴ്സിറ്റി പാൻഡമിക് സെന്റർ ഡയറക്ടർ ജെന്നിഫർ ന്യൂസോ അഭിപ്രായപ്പെട്ടു. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരെ പിരിച്ചുവിട്ടത് ഏജൻസിയുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം അമേരിക്കയെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവലിച്ചു എങ്കിലും നിലവിൽ ഈ പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിൽ ലോകാരോഗ്യ സംഘടനയാണ് മുൻകൈ എടുക്കുന്നത്. മെയ് 2-നാണ് കപ്പലിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് രോഗബാധ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. കപ്പലിലുള്ള US യാത്രക്കാരെ നെബ്രാസ്കയിലെ ഒരു വ്യോമതാവളത്തിലേക്ക് മാറ്റി നിരീക്ഷിക്കാനാണ് നിലവിലെ തീരുമാനം. CDCയുടെ ഭാഗത്തു നിന്നുമുണ്ടായ വിവര ലഭ്യതയുടെ കുറവ് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണങ്ങൾക്ക് വഴിതെളിച്ചു. ഹാൻഡ വൈറസ് ചികിത്സയ്ക്കായി കുതിരകൾക്ക് നൽകുന്ന ഐവർമെറ്റിക് ഉപയോഗിക്കാൻ മുൻ കോൺഗ്രസ് വനിത മാർജോറി ടൈലർ ഗ്രീൻ നിർദ്ദേശിച്ചത് ഇതിന് ഉദാഹരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. രോഗവ്യാപനം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ അരിസോണ, കാലിഫോർണിയ, ജോർജിയ, വിർജീനിയ തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിലവിൽ നിരീക്ഷണത്തിലാണ്. US ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി തന്റെ കുടുംബത്തോടൊപ്പം നടത്തിയ 7 മാസത്തെ റോഡ് യാത്രയെ ആസ്പദമാക്കി ഒരു റിയാലിറ്റി ഷോ പ്രഖ്യാപിച്ചതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു. ദി ഗ്രേറ്റ് അമേരിക്കൻ റോഡ് ട്രിപ്പ് എന്നാണ് ഷോയ്ക്ക് പേരിട്ടിരിക്കുന്നത്. രാജ്യം ഗതാഗത പ്രതിസന്ധികളുടെയും ഇന്ധന വിലക്കയറ്റങ്ങളുടെയും കടന്നു പോകുമ്പോൾ ഗതാഗത സെക്രട്ടറി ഇത്തരം ഒരു വിനോദയാത്ര നടത്തിയത് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നു. മുൻ ഗതാഗത സെക്രട്ടറി പീറ്റർ ബട്ടിഗീഗിന്റെ ഭർത്താവ് ചാസ്റ്റൻ ഡഫിയുടെ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു. അമേരിക്കൻ കുടുംബങ്ങൾ വിലക്കയറ്റം മൂലം കഷ്ടപ്പെടുമ്പോൾ നികുതിദായകരുടെ പണം ഉപയോഗിച്ച് ഇത്തരമൊരു ഷോ നടത്തുന്നത് ഗൗരവമില്ലാത്തതും ജനങ്ങളിൽ നിന്നും അകന്നതുമായ നടപടിയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അമേരിക്കയെ സ്നേഹിക്കുക എന്നത് അമേരിക്കയെ കാണുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യമെന്നാണ് ഡഫി ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത്. യാത്രയുടെ നിർമ്മാണ ചെലവുകൾ ബോയിങ് ഉൾപ്പെടെയുള്ള കമ്പനികൾ സ്പോൺസർ ചെയ്തതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷാ അന്വേഷണങ്ങൾ നേരിടുന്ന ബോയിങ്ങിൽ നിന്നും സ്പോൺസർഷിപ്പ് സ്വീകരിച്ച് ധാർമ്മികമായ ചോദ്യങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണം ഗതാഗത സെക്രട്ടറി വിനോദയാത്രയിലായിരുന്ന സമയത്ത് രാജ്യം നേരിട്ട ചില പ്രധാന പ്രശ്നങ്ങളാണ്. TSA ഏജന്റുമാരുടെ ക്ഷാമം മൂലം വിമാനത്താവളങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ലാൻഡ്ഗാർഡിൽ വിമാനത്താവളത്തിൽ എയർ കാനഡ ജെറ്റും ഫയർ ട്രക്കും കൂട്ടിയിടിച്ച് 2 പൈലറ്റുമാർ മരിച്ചിരുന്നു. ഇറാനുമായുള്ള സംഘർഷം കാരണം ഗ്യാസ്, ജെറ്റ്, ഇന്ധന വിലകളിൽ വലിയ വർധനവുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു റിയാലിറ്റി ഷോയുമായി മുന്നോട്ടു പോകുന്നത് ഗതാഗത സെക്രട്ടറി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്നുമുള്ള ശ്രദ്ധ തിരിക്കലാണ് എന്നാണ് വിമർശകർ വ്യക്തമാക്കുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.74 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.16 യൂറോ. ഒരു US ഡോളർ 94.43 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 111.31 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.36 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 69.07 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ദിവസങ്ങൾ നീണ്ട സസ്പെൻസുകൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സൂപ്പർ സ്റ്റാർ ജോസഫ് വിജയ് ചന്ദ്രശേഖർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ച വേദിയിലായിരുന്നു തമിഴ്നാട് ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന സത്യപ്രതിജ്ഞ നടന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പദവിക്കൊപ്പം ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വിജയ് കൈകാര്യം ചെയ്യും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ചെന്നൈ നഗരങ്ങളിലെ 20 കേന്ദ്രങ്ങളിൽ പ്രത്യേകം സ്ക്രീനുകൾ തത്സമയം പ്രദർശിപ്പിച്ചിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് വീക്ഷിക്കാൻ മാതാപിതാക്കളും സുഹൃത്തുക്കളും തൃശയും എത്തിയിരുന്നു. MGRനു ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്ന സിനിമാ താരമാണ് വിജയ്. 1967 ശേഷം ദ്രാവിഡ പാർട്ടികളായ DMKയ്ക്കും ADIADMKയ്ക്കും പുറത്തുനിന്ന് തമിഴ്നാട് ഭരിക്കുന്ന ആദ്യ നേതാവായി വിജയ് മാറും. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി മന്ത്രിസഭയുടെ ഭാഗമാകുന്നു എന്ന പ്രത്യേകതയും ഈ സർക്കാരിനുണ്ട്. കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി DMK അധികാരത്തിൽ വന്നതിനു ശേഷം ഏറെ നാളായി കോൺഗ്രസിന് മന്ത്രിമാർ ആരും തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. DMKയുടെ സഖ്യകക്ഷിയായിരുന്നു എങ്കിലും മന്ത്രിസഭയിൽ കോൺഗ്രസിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 108 MLA-മാരാണ് വിജയിയുടെ പാർട്ടിയായ TVKയ്ക്കുള്ളത്. കോൺഗ്രസിന് 5, CPIക്ക് 2, CPM-ന്
2, VCKക്ക് 2, മുസ്ലിം ലീഗിന് 2 എന്നിങ്ങനെയാണ് പിന്തുണ നൽകിയ മറ്റു പാർട്ടികൾ. ഇതിൽ കോൺഗ്രസ് വിജയുടെ പാർട്ടിയുമായി സഖ്യം രൂപീകരിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് സാക്ഷിയാകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ കോൺഗ്രസ് മന്ത്രിസഭയുടെ ഭാഗമാകാൻ പോകുന്നതാണ് അധികാരമാറ്റത്തിന്റെ പ്രത്യേകത. 4 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കോൺഗ്രസ് DMK സഖ്യം ഉപേക്ഷിച്ചാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് TVKയുമായി സഖ്യം ചേർന്നത്. കോൺഗ്രസിനെതിരെ DMKയിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിന് പിന്നിൽ നിന്ന് കുത്തി എന്നുവരെ കടുത്ത ആരോപണമാണ് DMK ഉയർത്തിയത്. എങ്കിലും ഭാവി കണക്കുകൂട്ടിയുള്ള നീക്കമാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വിജയുടെ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയത്. ദക്ഷിണേന്ത്യയിൽ തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മതേതര ധ്രുവമായി വിജയ് മാറുമെന്നും രാഹുൽ ഗാന്ധി കരുതപ്പെടുന്നതായാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ സഖ്യത്തിലായിരുന്നിട്ടും DMKയുടെ സർക്കാരിൽ കോൺഗ്രസിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല എന്നും പുതിയ സഖ്യത്തിലൂടെ തമിഴ്നാട്ടിൽ പാർട്ടി വളർത്താനാകുമെന്നും രാഹുൽ ഗാന്ധി പ്രതീക്ഷ അർപ്പിച്ചു. രാജ്യ തലസ്ഥാനത്തെ BJP ഓഫീസിന് നേരെ ഭീകരാക്രമണ ഭീഷണി. ഇതിനെ തുടർന്ന് ഡൽഹി പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. BJP ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്ന ദീൻദയാൽ ഉപാധ്യായ ഡൽഹി മാർഗിലെ ഡൽഹി ഘടകത്തിൽ ഓഫീസിനാണ് ഭീഷണി. സെൻട്രൽ ഡൽഹി മേഖലയിലാകെ പരിശോധനകൾ വ്യാപകമാക്കി. സമീപത്തെ റോഡുകളിലാണ് കോൺഗ്രസിന്റെയും CPMന്റെയും CPIയുടെയും ഓഫീസുകളുള്ളത്. റോസ് അവന്യൂ കോടതി സമുച്ചയവും CAG ഓഫീസും ഇതിനടുത്താണ്. ഡൽഹിയിലെ BJP ഓഫീസിലും സർക്കാർ സ്ഥാപനങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ദീൻദയാൽ ഉപാധ്യായ മാർഗിലുള്ള സർക്കാർ ഓഫീസുകളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭീകരാക്രമണ ശ്രമങ്ങൾ തടയുന്നതിനായി സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. ജനങ്ങളിൽ ഭീതി പടർത്തുന്നതോ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതോ ആയ ഏതൊരു ശ്രമത്തെയും ചെറുക്കാൻ സേനാ അംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലെ ഉദ്യോഗം നിറഞ്ഞ 3 മണിക്കൂർ ചർച്ചകൾക്കൊടുവിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിക്കാതെ ഹൈക്കമാൻഡ്. ഘടകകക്ഷി നേതാക്കളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ച ശേഷം 2 ദിവസത്തിനകം പ്രഖ്യാപിക്കാമെന്നാണ് തീരുമാനം. മുഖ്യമന്ത്രി പദത്തിനായി അവകാശമുന്നയിക്കുന്ന 3 പേരിൽ KC വേണുഗോപാലിന് മുൻതൂക്കമുണ്ട് എന്ന സൂചന. എന്നാൽ രമേശ് ചെന്നിത്തലയും VD സതീശനും പ്രതീക്ഷയിലാണ്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സതീശനും വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അണികളുടെ പ്രകടനങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. രാഹുൽ നേരിട്ട് ഇടപെട്ടതോടെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ അനുരഞ്ജനത്തിലെത്തിക്കാമെന്നാണ് കരുതുന്നത്. യോഗത്തിൽ രമേശ് ചെന്നിത്തല തന്റെ സീനിയോറിറ്റി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം ഹൈക്കമാൻഡ് ശ്രദ്ധാപൂർവം കേട്ടതായും അതിൽ സംതൃപ്തിയുണ്ട് എന്നും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അന്തിമ തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നും 3 നേതാക്കളും രാഹുലിനെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അറിയിച്ചിട്ടുണ്ട്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും മെയ് 23 വരെ അതിന് സമയമുണ്ടെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനും KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കൊപ്പമെത്തിയാണ് ദീപാദാസ് മുൻഷി ഇക്കാര്യം വ്യക്തമാക്കിയത്. ചേരിതിരിഞ്ഞ് ആരും പ്രകടനങ്ങൾ നടത്തരുതെന്നും പോസ്റ്ററുകൾ പതിക്കരുതെന്നും ഉള്ളവയെല്ലാം നീക്കം ചെയ്യണമെന്നും നേതാക്കൾ ഒറ്റക്കെട്ടായി ആഹ്വാനം ചെയ്തു. ഇത്തരം പ്രവൃത്തികൾ പാർട്ടിയുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഖാർഗെയുടെ വസതിയിൽ യോഗം തുടങ്ങിയത്. നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ പിണറായി വിജയൻ. ജില്ലയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിന്നെ കാണാമെന്ന് പറഞ്ഞ് മറുപടി നൽകാതെ പോയി. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പിണറായി മറുപടി പറഞ്ഞില്ല. അതേസമയം കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് എന്നത് പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുമെന്നും ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തമിഴ്നാട്ടിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയത് ഗവർണറുടെ നിലപാടാണെന്നും വിജയ്ക്ക് എല്ലാ ആശംസകളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് ഇന്നത്തെ PB യോഗത്തിൽ അജണ്ടയെന്നും ബേബി പറഞ്ഞു. കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉടൻ തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ആരാണ് മുഖ്യമന്ത്രി എന്നതിൽ കോൺഗ്രസിൽ ഇനിയും തീരുമാനമായിട്ടില്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ ശക്തി പ്രകടനങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്നും ഹൈക്കമാൻഡ് നിരീക്ഷണം തുടരുകയാണ്. ആർക്കുവേണ്ടി പ്രകടനം നടത്തിയാലും അയോഗ്യയായി വിലയിരുത്തുമെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു. KPCC നേതൃത്വത്തിനും രൂക്ഷ വിമർശനം. പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ ദീപാദാസ് മുൻഷിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടെങ്കിലും ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുകയാണ് KC പക്ഷം. ഇത്തവണ നിയമസഭയിൽ പാലക്കാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ 12 MLA-മാർ മാത്രമല്ല, തൃക്കരിപ്പൂരിൽ നിന്നും ജയിച്ച സന്ദീപ് വാര്യരും കാസർഗോഡിനൊപ്പം പാലക്കാടിന്റെയും ശബ്ദമാവും. ജയിച്ച മണ്ഡലത്തോട് പറഞ്ഞറിയിക്കാനാവാത്ത നന്ദിയുണ്ട് എന്നും സന്ദീപ് വാര്യർ.
ഒരുപാട് വെല്ലുവിളികൾ മറികടന്നാണ് തൃക്കരിപ്പൂരിലെ പ്രവർത്തകർ എനിക്കൊപ്പം ഇറങ്ങിയത്. അത്രത്തോളം പിന്തുണ നൽകിയ വോട്ടർമാരുടെ ശബ്ദമായി പ്രവർത്തിക്കുകയാണ് മുന്നിലെ ദൗത്യം. എത്രയും പെട്ടെന്ന് തൃക്കരിപ്പൂരിലെ MLA ഓഫീസ് തുറന്ന് അവരുടെ സേവകരായി സജീവമാകണം. ഇക്കാര്യമാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. തീരദേശവും മലയോരവും ഉൾപ്പെടുന്ന മിശ്ര ഭൂപ്രകൃതിയാണ് തൃക്കരിപ്പൂരിന്റേത്. കാർഷിക വൃത്തിക്കും വളക്കൂറുള്ള മണ്ഡലവും. സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തിയപ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളും അവരുടെ ആവശ്യങ്ങളും അടുത്തറിയാനായി. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഇനി സ്പോർട്സ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ രാജസ്ഥാൻ 152 റൺസിന് ഓൾ ഔട്ടായി. 77 റൺസാണ് ഗുജറാത്തിന്റെ വിജയം. ഗുജറാത്തിനായി റാഷിദ് ഖാൻ 4 വിക്കറ്റ് എടുത്ത് തിളങ്ങി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാനുമായി പതിവ് പോലെ കൗമാര താരം വൈഭവ് സൂര്യവംശി വെടിക്കെട്ടോടെ തുടങ്ങി. സിക്സറുകളും ഫോറുകളും പിറന്നതോടെ 2 ഓവറിൽ ടീം 26 റൺസിലെത്തി. 3-ാം ഓവറിൽ മുഹമ്മദ് സിറാജിനെ 3 തവണ ഫോറടിച്ച ശേഷം 5-ാം പന്തിൽ പുറത്തായി. 16 പന്തിൽ നിന്നും 36 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. വൈഭവിന് പിന്നാലെ ബാറ്റർമാർ നിരയായി അടങ്ങിയതോടെ രാജസ്ഥാൻ പ്രതിരോധത്തിലായി. യശസ്വി ജയ്സ്വാൾ, ഷിംറോൺ ഹെഡ്മാൻ, ഡൊണോവൻ ഫെയർ എന്നിവർ നിരാശപ്പെടുത്തി. അടിച്ചു കളിച്ച ധ്രുവ് ജുറേൽ 10 പന്തിൽ നിന്നും 24 റൺസ് എടുത്ത് പുറത്തായി. 10 ഓവറിൽ അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് എന്ന നിലയുമായിരുന്നു രാജസ്ഥാൻ. രവീന്ദ്ര ജഡേജയുടെ ഇന്നിംഗ്സാണ് ടീമിന് അല്പമെങ്കിലും ആശ്വാസമായത്. ശുഭം ദുബൈ 15 റൺസ് എടുത്ത് ക്രീസ് വിട്ടു. പിന്നാലെ രവീന്ദ്ര ജഡേജയും പുറത്താക്കിയ റാഷിദ് ഖാൻ രാജസ്ഥാനെ പ്രതിരോധത്തിലാക്കി. 25 പന്തിൽ 38 റൺസാണ് ജഡേജയുടെ സമ്പാദ്യം. പിന്നാലെ വന്നവർക്കും പിടിച്ചു നിൽക്കാനായില്ല. ഒടുക്കം 152 റൺസിന് ടീം ഓൾ ഔട്ടായി. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നിശ്ചിത ഓവറിൽ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി തികച്ച സായി സുദർശനും നായകൻ ശുഭ്മാൻ ഗില്ലുമാണ് ഗുജറാത്തിലെ മികച്ച സ്കോറർ സമ്മാനിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ടൈംസിന്റെ ഉജ്ജ്വല തുടക്കമായിരുന്നു. സായി സുദർശനും ശുഭ്മാൻ ഗില്ലും അടിച്ചു തകർത്തതോടെ ഗുജറാത്ത് പവർ പ്ലേയിൽ തന്നെ മികച്ച സ്കോറിലെത്തി. ആദ്യ 6 ഓവറിൽ 82 റൺസാണ് ഇരുവരും ചേർന്നടിച്ചെടുത്തത്. ഇരുവരും മിന്നിച്ചതോടെ രാജസ്ഥാൻ ബൗളർമാർ വിയർത്തു. 9 ഓവറിൽ ടീം സ്കോർ 100 കടന്നു. സായി സുദർശൻ 50 തികച്ചു. 10 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെട്ട ടീം 114 റൺസിലെത്തി. 11-ാം ഓവറിൽ സായി സുദർശൻ പുറത്തായി. 36 പന്തിൽ നിന്നും 55 റൺസെടുത്താണ് താരം മടങ്ങിയത്. അവസാന റൗണ്ടുകളിൽ വെടിക്കെട്ട് നടത്തിയ വാഷിംഗ്ടൺ സുന്ദറും രാഹുൽ തെവാർഡും ചേർന്നാണ് ടീമിനെ 220 കടത്തിയത്. വാഷിംഗ്ടൺ സുന്ദർ 20 പന്തിൽ നിന്നും 37 റൺസ് എടുത്തപ്പോൾ തെവാഡിയ 4 പന്തിൽ നിന്നും 14 റൺസ് എടുത്തു. രാജസ്ഥാനായ ബ്രിജേഷ് ശർമ്മ 2 വിക്കറ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ലേബർ പാർട്ടിയിലെ ഇടതുപക്ഷ MPമാർ എഡ് മിലിബാൻഡിനെ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരും. നിലവിലെ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് സ്റ്റേറ്റ് പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്നത് തടയിടാനാണ് ഇടതുപക്ഷ MPമാരുടെ ലക്ഷ്യം. നേതൃത്വ മാറ്റത്തിനായി മന്ത്രിസഭയിലെ പ്രമുഖരാരെങ്കിലും മുന്നോട്ട് വന്നില്ലെങ്കിൽ താൻ തന്നെ നേതൃത്വ മാറ്റത്തിനായി ഒപ്പുകൾ ശേഖരിക്കാൻ തുടങ്ങുമെന്ന് കാതറിൻ വെസ്റ്റ്. MPമാർക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വരെ. സ്കോട്ട്ലൻഡിന്റെ ആദ്യ മന്ത്രിയായി ചുമതലയേൽക്കാനിരിക്കുന്ന ജോൺ സിന്നി സഖ്യ താൽപര്യം പ്രകടിപ്പിച്ച രംഗത്ത്. വെയിൽസിലെയും വടക്കൻ അയർലൻഡിലെയും ദേശീയവാദി നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനം. UK ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ ശബ്ദമാകാനാണ് പുതിയ നീക്കം. UK-യിൽ പുതിയ വാടക നിയമപ്രകാരമുള്ള രേഖ ഹാജരാക്കിയില്ലെങ്കിൽ വീട്ടുടമകൾക്ക് 7000 പൗണ്ട് പിഴ നൽകേണ്ടി വരും. പുതിയ തീരുമാനം വാടകക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദീകരിക്കുന്ന ഔദ്യോഗിക ഇൻഫർമേഷൻ ഷീറ്റ് വാടകക്കാർക്ക് വീട്ടുടമസ്ഥൻ നൽകണം. UK-യിലെ വീട് വില വർധനവ് പകുതിയായി കുറഞ്ഞു. UK-യിലെ വീടുകളുടെ വില ഇടിഞ്ഞതോടെ വീട് വില വർധനവിന്റെ വാർഷിക നിരക്ക് ഹാലിഫാക്സിന്റെ കണക്കുകൂട്ടൽ പകുതിയായി കുറഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലും ഒരു ഇടക്കാല വെടിനിർത്തൽ കരാറിനായുള്ള നിർദ്ദേശങ്ങൾ ഇറാനിൽ നിന്നും അനുകൂലമായ മറുപടി പ്രതീക്ഷിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇറാന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് വാഷിംഗ്ടൺ. ഇറാനിൽ നിന്നും ഉടൻ ഒരു കത്ത് ലഭിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക അശ്രദ്ധമായ സൈനിക സാഹസിക നടത്തുകയാണ് എന്നും വെടിനിർത്തൽ ലംഘിച്ചത് US ആണെന്നും ഇറാൻ. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ പടർന്നു പിടിച്ച മാരകമായ ഹാൻഡ വൈറസ് ബാധയോടുള്ള അമേരിക്കന്റെ ആരോഗ്യ ഏജൻസിയായ CDCയുടെ പ്രതികരണം അതീവ ദുർബലമെന്ന് വിദഗ്ധർ. ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ ദുർബലമാകുന്നതിന് കാരണം ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരെ പിരിച്ചുവിട്ടത്. ട്രംപ് ഭരണകൂടം അമേരിക്കയെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവലിച്ചു എങ്കിലും നിലവിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നത് ലോകാരോഗ്യ സംഘടന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സൂപ്പർ സ്റ്റാർ ജോസഫ് വിജയ് ചന്ദ്രശേഖർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത് ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ച വേദിയിൽ. വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് സാക്ഷിയാകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ വിജയ് മന്ത്രിസഭയിൽ കോൺഗ്രസ് ഭാഗമാകും. രാജ്യ തലസ്ഥാനത്തെ BJP ഓഫീസിന് ഭീകരാക്രമണ ഭീഷണി.
ഭീഷണി ഉയർന്നത് BJP ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ ഡൽഹി ഘടകത്തിന്റെ ഓഫീസിനു നേരെ. ഡൽഹി പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. സെൻട്രൽ ഡൽഹി മേഖലയിലെ പരിശോധനകൾ വ്യാപകമാക്കി. ഭീകരാക്രമണ ശ്രമങ്ങൾ തടയുന്നതിനായി സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ഉദ്യോഗം നിറഞ്ഞ 3 മണിക്കൂർ ചർച്ചകൾക്കൊടുവിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കാതെ ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഘടകകക്ഷി നേതാക്കളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ച ശേഷം മാത്രം. തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടായേക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തോട് മൗനം പാലിച്ച് പിണറായി വിജയൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.